നമസ്കാരം. 2024 സീസൺ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മൂന്നാം ജയം നേടി കേരളം വീണ്ടും മലയാളികളെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈയെ 43 റൺസിനാണ് കേരളം കീഴടക്കിയത്. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 234-ന് 5 എന്ന സ്കോർ നേടിയപ്പോൾ മുംബൈയുടെ മറുപടി 9 വിക്കറ്റ് നഷ്ടത്തിൽ 191-ൽ അവസാനിക്കുകയായിരുന്നു. റോഹൻ കുന്നുമേൽ, സൽമാൻ നിസാർ എന്നിവരുടെ വെട്ടിക്കെട്ട് ബാറ്റിംഗും നിതീഷ് MD അതുപോലെ തന്നെ വിനോദ് കുമാർ, ബാസിത് എന്നിവരുടെ മികച്ച ബൗളിംഗുമാണ് കേരളത്തിന്റെ വിജയത്തിൽ നിർണായകമായത്. ജയത്തോടെ 4 മത്സരങ്ങളിൽ 12 പോയിന്റായ കേരളം ഗ്രൂപ്പ് ഇയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണുള്ളത്. ഇനി 2 മത്സരങ്ങളാണ് ടൂർണമെന്റിൽ കേരളത്തിന് ശേഷിക്കുന്നത്. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുന്നത്. നേരത്തെ മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ കേരളത്തെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒരു മത്സര ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ ക്യാപ്റ്റൻ സഞ്ജുവും റോഹൻ കുന്നുമേലും ചേർന്നാണ് കേരള ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഷാർദുൽ ഠാക്കൂർ ഇറങ്ങിയ ആദ്യ ഓവറിലെ 4ാം പന്തിൽ സഞ്ജു പുറത്താവുകയായിരുന്നു. 4 റൺസായിരുന്നു കേരള നായകന്റെ സമ്പാദ്യം. 3ാം നമ്പറിൽ ഇറങ്ങിയ മുഹമ്മദ് അസറുദ്ദീൻ 8 പന്തിൽ 13 റൺസ് എടുത്ത് പുറത്തായി. 4ാം നമ്പറിൽ കളിച്ച സീനിയർ താരം സച്ചിൻ ബേബി പരിക്കേറ്റ് റിട്ടയർഡ് ഹട്ടായതോടുകൂടി കേരളം ഒന്ന് വിറയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷമായിരുന്നു റോഹൻ കുന്നുമേലും സൽമാൻ നിസാറും ഒരുമിച്ചതും വെടിക്കെട്ട് നടത്തിയത്. മുംബൈ ബോളർമാരെ ഇരുവരും ചേർന്ന് തല്ലിച്ചതച്ചതോടെ കേരള സ്കോർ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറുകയായിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന റോഹൻ പക്ഷേ വ്യക്തിഗത സ്കോർ 87-ൽ വെച്ച് പുറത്താവുകയായിരുന്നു. വെറും 48 പന്തുകളിൽ 5 ബൗണ്ടറികളും 7 സിക്സറുകളും അടക്കം 87 റൺസായിരുന്നു റോഹന്റെ സമ്പാദ്യം. റോഹൻ പുറത്തായതിനു ശേഷവും സൽമാൻ നിസാർ അഴിഞ്ഞാട്ടം തുടരുകയായിരുന്നു. അവസാന ഓവറുകളിൽ മുംബൈ ബോളർമാരെ നിലത്ത് നിർത്താതെ താരം പറത്തുകയായിരുന്നു. ഇന്നിംഗ്സിലെ അവസാന പന്തിലും സിക്സർ നേടി 99 റൺസ് എന്ന വ്യക്തിഗത സ്കോറിലാണ് സൽമാൻ കളി അവസാനിപ്പിച്ചത്. 49 പന്തുകളിൽ 5 ബൗണ്ടറികളും 8 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. 20 ഓവർ അവസാനിക്കുമ്പോൾ 234-ന് 5 എന്ന കൂറ്റൻ സ്കോറിൽ എത്തിയിരുന്നു കേരളം. 235 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് ഓപ്പണർ പൃഥ്വി ഷാ വെട്ടിക്കെട്ട് തുടക്കം നൽകുകയായിരുന്നു. എന്നാൽ 13 പന്തിൽ 23 റൺസ് എടുത്ത ഷായെ വീഴ്ത്തി നിതീഷ് കേരളത്തിന് ബ്രേക്ക് ത്രൂ സമ്മാനിക്കുകയായിരുന്നു. 3ാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 18 പന്തിൽ 32 റൺസ് നേടി വീഴുകയായിരുന്നു. അജിൻക്യ രഹാനെയായിരുന്നു പിന്നീട് കേരളത്തിന് ഭീഷണി നൽകിയത്. എന്നാൽ 35 പന്തിൽ 68 റൺസ് നേടിയ രഹാനെയെ പുറത്താക്കി വിനോദ് കുമാർ കേരളത്തിന്റെ ഹീറോയായി മാറുകയായിരുന്നു. ഇതിനുശേഷം തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായതോടെ മുംബൈ സ്കോർ 20 ഓവറിൽ 191 റൺസിന് 9 വിക്കറ്റ് എന്ന സ്കോറിൽ അവസാനിക്കുകയായിരുന്നു. കേരളത്തിന് വേണ്ടി നിതീഷ് MD 4 വിക്കറ്റുകളും വിനോദ് കുമാർ, അബ്ദുൽ ബാസിത് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി.